2 ഓണത്തപ്പനയും കൂടെ മണ്ണും കൊണ്ട് ഉണ്ടാക്കുമോ. പിന്നെ നമ്മുടെ 3 ഓണത്തപ്പനെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ഞാൻ പൂവട നേദ്യമായിട്ട് വെക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓണത്തപ്പന വരവേക്കുന്നത്. ലാസ്റ്റ് നമ്മളൊരു കുടയും വടിയും കൂടെ വെച്ച് കൊടുക്കുമ്പോൾ കുടം കൊണ്ട് ഇങ്ങനെ പാതി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഓണത്തപ്പന വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിലാണ് നമ്മുടെ പൂക്കളം ഇട്ടേക്കുന്നത്. ചോറ്, അവിയല്, മോരുകറി, ക്യാബേജ് തോരന്, കിച്ചടി, പപ്പടം. അത് ഇതാണ് ഞങ്ങളുടെ ഓണസദ്യയിലെ ഒരു ഇല വന്നു കേട്ടോ. എല്ലാം കൂടെ കൂട്ടി കുഴച്ചൊരു പിടിപിടിക്കാനുള്ള പരിപാടിയാണ്. ഓണത്തപ്പനെ നമ്മളിങ്ങനെ ഒരുക്കണേ കേട്ടോ ഇത്. അപ്പൊ ഓണത്തപ്പനെ നമ്മൾ പൂവെല്ലാം വെച്ചിട്ട് ഈ ഒരു രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. മൺചട്ടികളൊക്കെ മേടിക്കുന്ന ഷോപ്പിൽ നിന്ന് മേടിക്കാൻ പറ്റും. തുമ്പച്ചെടി ഫുള്ള് അതരിഞ്ഞത്. പിന്നെ ഓണത്തപ്പനെ നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരിമാവ് ഉണ്ട് നമ്മൾ ഇതിനകത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ മേടിച്ച പൂവൊക്കെ ഉണ്ട്. നാളത്തെ സദ്യക്ക് വേണ്ട ഇലയെല്ലാം വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ വഴക്കുണ്ടായിക്കൊണ്ട് നടന്നു. ഇത് നമ്മൾ പറിച്ചുകൊണ്ട് വന്ന തുമ്പാട്ടോ. പറിച്ചതുണ്ട്, കുറച്ച് മേടിച്ചതുണ്ട്, അല്ലാതെ പിന്നെ വേറെ കിട്ടിയതും ഉണ്ടല്ലോ. നമുക്ക് ഒരുക്കി എടുക്കണം. നമ്മൾ അത്തം മുതല് ഈ ഉത്രാടം വരെ നമ്മൾ പൂ ഇട്ടത് നമ്മൾ പുറത്തായിരുന്നു കേട്ടെ. തിരുവോണത്തിന് നമ്മളിത് ഈ സിറ്റ് ഔട്ടിലാണ് ഇടാൻ പോകുന്നത്. ഷർട്ട് ബേഗൊക്കെ ഇടാതെ ഇങ്ങനെ നടക്കുമോ 2 എണ്ണം. ഇവിടെയാണ് നമ്മൾ ഡിസൈൻ വരയ്ക്കാൻ പോകുന്നത്. ഇവിടെ വലിയ റൗണ്ട് മാക്സിമം നമുക്ക് പറ്റുന്ന അത്രയാണ് ഈ സിറ്റ് ഔട്ടിൽ കൊള്ളാവുന്ന അത്ര റൗണ്ടാണ് ഇടാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് നമ്മള് തിരുവോണത്തിന് ഇടാൻ വേണ്ടി വരച്ച അത്തപ്പൂവിന്റെ ഡിസൈൻ കേട്ടോ. പൂവിട്ട് വരുമ്പം കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യും. ഇത് ഇഷ്യൂ വരച്ച അത്തപ്പൂ. ഐശി എന്തുവാണ് ഇത്? ഞാനും അരിക്കുട്ടനും ഇവിടെ ഉണ്ട്. വാടാമല്ലി ഒഴിക്കൊണ്ടിരിക്കുവാണ്. ഒരിക്കൽ ഇത്ര ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഒരു പിടുത്ത് എന്റെ അടുത്തുനിന്ന് വാരിക്കൊണ്ട് പോയതാ. മോരുകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിയലിന് സാമ്പാറിനുള്ള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം രാവിലെ ഉണ്ടാക്കും. മോരുകറിയും ഇഞ്ചിക്കറിയും നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പൂവട ഉണ്ടാക്കാൻ വേണ്ടി ഈ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അരിമാവല്ല, ഇല വാട്ടി എടുക്കണം. വെക്കാനായിട്ടുള്ള തേങ്ങയും ശർക്കരയാണ്. വാടയിലേക്ക് ഇങ്ങനെ അരിമാവ് മാക്സിമം ഇങ്ങനെ പരത്തി വെക്കണം അല്ലെ. തേങ്ങയും ഇട്ടിട്ട് മടക്കല്ല മടക്കി അപ്പൊ ഓണത്തപ്പന് വേണ്ടിട്ട് ഉണ്ടാക്കുന്ന അപ്പമാണിത്. അപ്പൊ ഇത് നമ്മളുടെ അടുത്ത് കഴിക്കാൻ പാടില്ല, ഓണം കഴിഞ്ഞിട്ട് കഴിക്കാലോ. ഇത് നമ്മളൊരു 2 ഓണത്തപ്പനയും കൂടെ മണ്ണും കൊണ്ട് ഉണ്ടാക്കുമോ. അത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന 3 എണ്ണമാണ്. നമ്മളത് 5 എണ്ണം ആക്കാൻ വേണ്ടി 2 എണ്ണം മണ്ണ് കുഴച്ചുണ്ടാക്കുവാണ്. നമുക്ക് നല്ല മണ്ണുണ്ടെങ്കിൽ മണ്ണ് കുഴച്ചത് ഇങ്ങനെ ആക്കി എടുത്താൽ മതി. കണ്ടോ, സെയിം തന്നെ. ഉത്രാടം കഴിഞ്ഞ് തിരുവോണം സ്റ്റാർട്ട് ചെയ്തില്ലേ, 12 മണി കഴിഞ്ഞില്ലേ. അപ്പൊ തിരുവോണം അപ്പൊ ഹാപ്പി ഓണം. തിരുവോണം തുടങ്ങി. അത്തം മുതല് പൂട്ടോണ്ടിരുന്ന തറയാട്ടോ ഇത്. ആ പൂത്തറ നമ്മള് ചാണകം കൊണ്ട് മെഴുകി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പൂത്തറയിൽ തന്നെയാണ് നമ്മൾ ഓണത്തപ്പനെ വരവേക്കാനായിട്ട് എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നത് കേട്ടോ. നമ്മൾ അരിമാവ് വെള്ളത്തിൽ കലക്കി എടുത്തതാണ്. ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ എന്തെങ്കിലും വരയ്ക്കാം. കോലം പോലെ വരച്ചിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ വെക്കുന്നത്. അപ്പം ഞാൻ അരിമാവ് കൊണ്ട് ജസ്റ്റ് ചുമ്മാ ഒന്നിങ്ങനെ ഒരു ഇതിൽ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓണത്തപ്പനെ വെക്കാം. പിന്നെ നമ്മുടെ 3 ഓണത്തപ്പനെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് തുമ്പയും തുളസിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണ്ടാക്കി വെച്ച പൂവട നേദ്യമായിട്ട് വെക്കുന്നതാണ്. അപ്പം നമുക്കിതൊന്ന് വെക്കാം. നമ്മൾ ഇല എടുത്തിട്ടുണ്ട്, തൂശനില. ഈ തൂശനിലയിലാണ് നമ്മൾ അട വെക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓണത്തപ്പന വരവേക്കുന്നത്. ഓരോ സ്ഥലത്തും ഓരോ രീതികളായിരിക്കും. ലാസ്റ്റ് നമ്മളൊരു കുടയും വടിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൂക്കളോട്ട് തറയിൽ നിന്ന് നമ്മൾ വഴിയിലോട്ട് നമ്മുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അങ്ങോട്ട് അവിടെ ഒരു ഓണത്തപ്പന വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കുടം കൊണ്ട് ഇങ്ങനെ പാതി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഓണത്തപ്പന വരാൻ വേണ്ടിയിട്ട്. വിളക്ക് കത്തിച്ചിട്ടുണ്ട്, ഹിന്ദിയും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇലയിൽ 3 ഓണത്തപ്പന്മാർക്ക് ഓരോ അടയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്ന രീതി. ഓരോ സ്ഥലത്തും ഓരോ രീതികളാണ്.
നമ്മുടെ അത്തപ്പൂവ് നമ്മൾ ഇന്നലെ വരച്ച ഡിസൈനകത്ത് നമ്മൾ ഇത്രയും പൂക്കളില്ല കേട്ടോ. നമ്മുടെ ആ ഡിസൈന് നമ്മൾ ചെറുതായിട്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൂവ് കുറച്ച് ഷോർട്ടേജ് ആയതുകൊണ്ട് ഡിസൈൻ ഒന്ന് വേറെ രീതി മാറ്റി പിടിച്ചാണ്. ചുവട്ട് ഫുള്ള് നിറഞ്ഞിട്ടോ, നിറഞ്ഞിരിക്കുന്ന ഫുള്ള്. ബാക്കിയോടെ നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇതാട്ടോ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ 2 ഓണത്തപ്പന്. ഇന്നലെ രാത്രി നമ്മൾ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയാണ്. അപ്പൊ ഇത് നമ്മള് വീടിന്റെ എൻട്രൻസിന്റെ അവിടെ 2 ഇട്ടിട്ട് ഇങ്ങനെ വഴി ഒരുക്കിയിട്ടുണ്ട്. കുമ്പപ്പൂ ഇട്ട് ഇങ്ങനെ വഴി ഒരുക്കി ഇവിടെ വിളക്കും കത്തിച്ച് വെച്ച് അവിടെ 3 ഓണത്തപ്പനെ വെച്ചിട്ട് പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ അടയുണ്ടല്ലോ അത് 3 ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ വടിയും കൊടയും ഇത്രയാണ് വെക്കുന്ന കേട്ടോ. എന്നിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിലാണ് നമ്മുടെ പൂക്കളം ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ തിരുവോണ ദിവസത്തെ നമ്മുടെ അത്തപ്പൂ കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ട് ഫുള്ള് ടൈറ്റ് ആയിട്ട് ഇട്ടേക്കുന്നത്. ഇതിലും വലിയ നമുക്ക് ഇവിടെ ഇടാൻ പറ്റത്തില്ല. രാവിലെ തൊട്ട് മഴയായിരുന്നു. ഇപ്പൊ ജസ്റ്റ് ഒന്ന് മഴ കുറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഇപ്പോഴത്തെ വീടിന്ന് പഴ അടിച്ചോണ്ടിരിക്കും. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഷോയോ എന്റെ ഇറങ്ങി വന്നിട്ടുണ്ട്. കളയല്ലോ കേട്ടോ. യെല്ലോ, ഓറഞ്ച്, വൈറ്റ്, റെഡ്, വാടാമല്ലി കളറ്, ഇത്രയും കളറുകളാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നടുക്ക് സെന്ററിൽ നമ്മൾ കുറെ റോസ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തിരുവോണ ദിവസത്തെ ഓണപ്പൂക്കൾ. നമ്മൾ മേടിച്ച ഗോതമ്പ് പായസം കേട്ടോ 1 ലിറ്റർ. അത് നമ്മള് പാലട ഉണ്ടാക്കുവാണ്. മറ്റേ നമ്മുടെ ഇൻസ്റ്റന്റ് പാലട ഇതാണ് മേടിച്ചത് കേട്ടോ. ഒരു പാക്കറ്റ് ഉണ്ടാക്കാനായിട്ട് 3 പാക്കറ്റ് പാലാണ് ഞാൻ ചോദിച്ചത്. ഏകദേശം ഒരു അരമണിക്കൂറും കൊണ്ട് നമ്മുടെ പാലട റെഡിയാവും. പിന്നെ നമ്മള് ഗോതമ്പ് പായസം മേടിച്ചിട്ടുണ്ട് 2 പായസം. അപ്പൊ ബാക്കി നമ്മുടെ ഓണസദ്യക്ക് വേണ്ട എല്ലാ കറികളും നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 8 കൂട്ടം കറികളുണ്ട് കേട്ടോ ടോട്ടല്. പിന്നെ പപ്പടമില്ലേ, അതെല്ലാം കൂട്ടി 10-12 കൂട്ടം കറിയുണ്ട്. പിന്നെ ഇവിടെ എല്ലാം മൂടി ഞാൻ ഓൾറെഡി കാണിച്ചൊന്നല്ലേ. സാമ്പാറ്, അവിയലാണ് കേട്ടോ. അവിയലാണ് ലാസ്റ്റ് ഉണ്ടാക്കിയത്. ഇഷ്ടംപോലെ അവിയല്, പിന്നെ നമ്മുടെ കിച്ചടി, തോരന്, മോര്, ഇഞ്ചിക്കറി, കൂട്ടുകറി, ഇതാണ് പച്ചടി. അപ്പൊ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം വറക്കാനുണ്ട്. കോൽമിഠായി നിന്ന് കഴിഞ്ഞാൽ എല്ലാരും പറയും ചേച്ചി അത് അത്ര കഴിച്ചാൽ മതി. ഓക്കെ ഓക്കെ. അപ്പൊ സമയം ഇപ്പൊ 2 മണിയായി. അപ്പൊ ഇതാണ് നമ്മുടെ ഓണത്തിന്റെ കോസ്റ്റ്യൂം. മുണ്ടും ഷർട്ടും ബാക്കി എല്ലാവർക്കും നമ്മൾ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ജസ്റ്റ് ഈ ഒരു ഡ്രസ്സ് ഇട്ടാണോ. ഇലയൊക്കെ നമ്മൾ ഇന്നലെ അതായത് ഉത്രാടത്തിന്റെ അന്ന് വൈകുന്നേരം തന്നെ എല്ലാം വെച്ച് വെച്ചായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കറികളും പപ്പടവും ബാക്കി എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടിരിക്കുവാണ്. നമുക്കിതെല്ലാം കൂടെ ഡൈനിങ് ടേബിളിലേക്ക് മാറ്റണം. ഇത് ഇല നമുക്കൊന്ന് വാഷ് ചെയ്ത് ഡൈനിങ് ടേബിളിൽ കറികളും ചോറും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഡൈനിങ് ടേബിൾ ഫുള്ള് ഫില്ലായിട്ടോ. ഇട്ടുണ്ട് നമ്മുടെ ചോറ്, അവിയല്, മോരുകറി, ക്യാബേജ് തോരന്, കിച്ചടി, പപ്പടം, പച്ചടി, ഇഞ്ചിക്കറി, മോര്, കൂട്ടുകറി, അച്ചാറ്, സാമ്പാറ്, ഉപ്പേരികള്, ഉപ്പേരി, ഉപ്പ് എല്ലാം നമുക്ക് ഒരു ഇലയിലേക്ക് തൽക്കാലത്തിന് മാറ്റാം. പച്ചടി, നല്ല റോസ് പച്ചടി കേട്ടോ. കിച്ചടി അല്ല, ക്യാബേജ് തോരൻ. അച്ചാറൊന്നും വേണ്ടേ? എന്നാ വേണ്ടേ? ഒരു 1.5 ഗ്ലാസ് പായസം പഠിച്ചിട്ട് കൂട്ടുകറി. കൂട്ടുകറി അവിയലില്ല, പഴം, പപ്പടം, ചോറ് വെച്ചിട്ട് ഒഴിച്ച് കറികൾ ഇട്ടോ 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 ഇട്ടോ. ആ മതി മതി. ഓരോരോ ഞാനെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒറ്റപ്പെടുത്തുന്നത്. ഈ ഒരു ഇല ഞാനാട്ടോ എടുക്കുന്നത്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഓണസദ്യയുടെ ഒരു ഇല വന്നു കേട്ടോ. ഇന്നത്തെ എല്ലാം വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിനകത്ത് പായസം കൂടെ വരാറുള്ളൂ. ലാസ്റ്റ് കൊണ്ടെടുക്കുന്നത് കൊണ്ടോ എല്ലാ സാധനം വന്നിട്ടുണ്ട്. എല്ലാം കൂടെ കൂട്ടി കുഴച്ചൊരു പിടിപിടിക്കാനുള്ള പരിപാടിയാണ്. ബാക്കിയെല്ലാം മണമിക്കൊണ്ടിരിക്കുവാണ്. ഈ കഴിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഫുഡ് കഴിച്ച് സദ്യ കഴിച്ച് അടിപൊളിയായിട്ടിരിക്കുക. ഓക്കെ, നമുക്ക് സദ്യ കഴിക്കാം. കഴിച്ചേ.
പായസം. അപ്പൊ ഞങ്ങള് സദ്യ എല്ലാം കഴിച്ചു കഴിഞ്ഞു. നല്ല ഓവർ ഫുഡായി പോയി കേട്ടോ. പറഞ്ഞാൽ കുറച്ച് ഓവർ ആവൂലല്ലേലും. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം. നടക്കാൻ പറ്റില്ല. ഉറക്കം വരും, ഭയങ്കരമായിട്ട് ഉറക്കം വരും. ഉത്രാടത്തിന്റെ നൈറ്റ് തുടങ്ങിയ പരിപാടിയാണ് നമ്മള് ഈ ഒരു തിരുവോണത്തിന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളൂ പരിപാടി. എല്ലാവർക്കും ഹാപ്പി ഓണം പറഞ്ഞു. ഹാപ്പി ഓണം. മല്ലയോ